ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ട് ഫോൾസിൻ്റെ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡും അതിൻ്റെ ഡയറക്ഷനും കാണാനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്തിരുന്നു. പാരലലോഗ്രാം ലോ ഉപയോഗിച്ചിട്ട് രണ്ട് ഫോൾസിൻ്റെ എന്ത് കണ്ടായിരുന്നു? റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും. ഓക്കെ, അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. അപ്പോൾ നോട്ട് എഴുതുമ്പോൾ അതിൻ്റെ താഴെയായിട്ട് എഴുതാനുള്ള ഭാഗമാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള ഇക്വേഷൻ നമുക്ക് ഒന്നും കൂടി നോക്കാം. ഓക്കെ, മാഗ്നിറ്റ്യൂഡിൻ്റെ ഇക്വേഷൻ R=√P² + 2PQ cos θ + Q². ഓക്കെ, R=√. അപ്പോൾ റൂട്ട് എല്ലാ ടേംസിനും ഉണ്ട്, അതിനാണ് ഞാൻ ബ്രാക്കറ്റ് ഇട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ റൂട്ട് നീട്ടി വരയ്ക്കണം. ഓക്കെ, R=√P² + 2PQ cos θ + Q². ഇവിടെ പിയും ക്യൂവും എന്താണ്? രണ്ട് ഫോൾസാണ്. ഓക്കെ, പിയും ക്യൂവും രണ്ട് ഫോൾസാണ്. തീറ്റ എന്തായിരുന്നു? ആംഗിളായിരുന്നു. ഓക്കെ, പിൻ്റെയും ക്യൂവിൻ്റെയും ഇടയിലുള്ള ആംഗിളാണെന്ത്? തീറ്റ. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ഒന്നും കൂടി നോക്കുക. R=√P² + 2PQ cos θ + Q². ഓക്കെ, ഇനി അതിൻ്റെ 3 കേസുകളുണ്ട്. അതായത് 3 കണ്ടീഷൻ വരുമ്പോൾ ഈ ഇക്വേഷൻസ് എങ്ങനെ മാറുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആർ എന്നുള്ള ഇക്വേഷൻ മാത്രം നോക്കിയാൽ മതി. ആൽഫ എന്നുള്ളൊരു ഇക്വേഷനും കൂടി ഉണ്ടായിരുന്നു, അത് നമ്മൾ നോക്കുന്നില്ല. ഈ 3 കേസിലും നമ്മൾ ഈ ആർ എന്നുള്ള ഇക്വേഷൻ എന്തൊക്കെ മാറ്റം വരുന്നതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നാമത്തെ കേസ് 1, ഇഫ് പി ആൻഡ് ക്യൂ ആർ ഇൻ സെയിം ഡയറക്ഷൻ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പിയും ക്യൂ എന്ന് പറയുമ്പോൾ ഈ പിയും ക്യൂ എന്താണ്? രണ്ട് ഫോൾസുകളാണ് എന്നുള്ളത് ഓർത്ത് വെക്കണം. ഓക്കെ, പിയും ക്യൂ എന്താണ്? രണ്ട് ഫോൾസുകളാണ്. ഓക്കെ, അപ്പോൾ ഇഫ് പി ആൻഡ് ക്യൂ ആർ ഇൻ സെയിം ഡയറക്ഷൻ. അപ്പോൾ പിയും ക്യൂവും ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ, അപ്പോൾ ഇവിടെ ഞാൻ ചിത്രം വരച്ചിട്ടുള്ളത് പിയും ക്യൂവും സെപ്പറേറ്റ് ആക്കിയിട്ടാണ്, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സാധാരണ പിയും ക്യൂവും ഒരേ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീൻ്റെ അതേ ഇതിൽ തന്നെ ക്യൂവും വരയ്ക്കണം. ക്യൂ അതിൻ്റെ മുകളിലായിട്ട് വരയ്ക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ പിയും ക്യൂവും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ആംഗിൾ ഉണ്ടാവുമോ? ഇല്ല. ഓക്കെ, ശ്രദ്ധിക്കുക, പിയും ക്യൂവും ഒരേ ഡയറക്ഷനിലാണെങ്കിൽ അവയ്ക്കിടയിലുള്ള ആംഗിൾ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കേസിൽ തീറ്റ ഈക്വൽ ടു എന്തെഴുതാം? 0 ഡിഗ്രി എന്ന് എഴുതാം. തീറ്റ ഈക്വൽ ടു എന്തെഴുതാം? 0 ഡിഗ്രി. അപ്പോൾ നമുക്കറിയാം cos 0ൻ്റെ വാല്യൂ എന്താണ്? 1. cos 0ൻ്റെ വാല്യൂ എന്താണ്? 1. അപ്പോൾ ഈ ആർ എന്നുള്ള ഇക്വേഷൻ നമ്മൾ മുകളിൽ എഴുതിയ ഇക്വേഷൻ തന്നെയാണ്, ഒന്നും കൂടി എഴുതിയെന്നുള്ളൂ. R=√P² + 2PQ cos θ + Q² എന്നുള്ള ഇക്വേഷന് എന്ത് മാറ്റം വരും നോക്കാം. ഒരേ ഡയറക്ഷനിലാവുമ്പോൾ, അതായത് രണ്ട് ഫോൾസുകൾ ആക്ട് ചെയ്യുന്നത് ഒരേ ഡയറക്ഷനിലാണെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ മാറുന്നതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ cos 0 എന്ന് വരും അല്ലേ? അവിടെ cos 0 എന്താണ്? 1 ആണ്. അപ്പോൾ ഇനി കോസിൻ്റെ വാല്യൂ എന്തായി മാറും? 1 ആയി പോവും. അപ്പോൾ ആ ഇക്വേഷൻ എങ്ങനെ മാറും? R=√P² + 2PQ. പിന്നെ അവിടെ cos θ എഴുതണോ? വേണ്ട. cos 0 1 ആയിപ്പോയി + Q². ഓക്കെ, അപ്പോൾ ഇനിയുള്ളത് ശ്രദ്ധിക്കേണ്ടത് P² റൂട്ടിൻ്റെ ഉള്ളിലുള്ള ടേം നോക്കിയാൽ മതി. P² + 2PQ + Q² ആണ്. അപ്പോൾ നമുക്കറിയാം A+B² സ്പ്ലിറ്റ് ചെയ്താൽ എന്താ കിട്ടുക? A² + 2AB + B² ആണ്. A² + 2AB + B² ആണ്. അപ്പോൾ അതിന് പകരം ഇവിടെ എക്കും ബിക്കും പകരം എന്താണ്? പിയും ക്യൂ ആണ്. ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, P² + 2PQ + Q² എന്നല്ലേ? ഓക്കെ, അപ്പോൾ എന്തിന് ഈക്വലാണത്? P+Q² ഈക്വലാണ്. അപ്പോൾ ആ ടേമിനെ നമുക്ക് ഇനി ചുരുക്കിയിട്ട് എന്തെഴുതാം? P+Q² എന്ന് എഴുതാം. അപ്പോൾ R= എന്ത് വരും? √P+Q² എന്ന് വരും. ഓക്കെ, ഒന്നും കൂടി ശ്രദ്ധിക്കുക. P² + 2PQ + Q² എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെഴുതാം? P+Q² എന്ന് എഴുതാം. അപ്പോൾ റൂട്ട് അങ്ങനെ തന്നെ അവിടെ ഉണ്ട്. ബാക്കിയുള്ളതിനെ നമ്മൾ എന്തെഴുതും? P+Q² എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ √P+Q² എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട് സ്ക്വയർ എന്നാണ്. അപ്പോൾ എന്ത് പോവും? സ്ക്വയർ അങ്ങോട്ട് പോവും. ഓക്കെ, അപ്പോൾ ഒരു സംഖ്യേൻ്റെ സ്ക്വയർ ചെയ്തിട്ട് റൂട്ട് എടുത്താൽ എന്തെന്നെ കിട്ടുക? അതേ സംഖ്യ തന്നെയല്ലേ കിട്ടുക. ഓക്കെ, അപ്പോൾ R= എന്ത് വരും? P+Q. R= P+Q.
അപ്പോൾ ഒരേ ഡയറക്ഷനിലാണെങ്കിൽ, അതായത് രണ്ട് ഫോഴ്സുകൾ ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ അവയുടെ റിസൾട്ടൻ്റ് എന്തായിരിക്കും, അതായത് റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും, അവയുടെ സമ്മിന് ഈക്വലായിരിക്കും. രണ്ടും കൂട്ടിയാൽ മതി. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ തന്നെ ആലോചിച്ചറിയും. എക്സാമിന് ചെയ്യണം, അല്ലാതെ തന്നെ നിങ്ങൾക്ക് ആലോചിച്ചാൽ കിട്ടുന്നതന്നെ ഉള്ളൂ. ഒരേ ഡയറക്ഷനിൽ രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുകയാണെങ്കിൽ എഫക്റ്റീവ് ഫോഴ്സ് എന്തായിരിക്കും, രണ്ടും കൂട്ടിയതായിരിക്കില്ലേ. ഓക്കെ, ദെൻ ആർ ഈസ് ഈക്വൽ ടു പി പ്ലസ് ക്യൂ. അതാണെന്ത്, കേസ് 1. ഓക്കെ, കേസ് 1. ഇനി നമുക്ക് കേസ് 2 എന്താ നോക്കാം. കേസ് 2, ഇഫ് പി ആൻഡ് ക്യൂ ആർ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. പിയും ക്യൂ എന്താണ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ, അപ്പോൾ ഇവിടെ പിക്ചർ നോക്കിക്കോളൂ. പി ഇടത്തോട്ടാണെങ്കിൽ ക്യൂ എങ്ങോട്ടാണ്, വലത്തോട്ടാണ്. ഓക്കെ, അപ്പോൾ എന്തായി, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയില്ലേ. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആവുമ്പോൾ അവിടെ വരുന്ന ആംഗിൾ എത്രയാണ്, 180 ഡിഗ്രിയാണ്. എത്ര ഡിഗ്രിയാണ്, 180 ഡിഗ്രി. അപ്പോൾ നമ്മൾ തീറ്റയ്ക്ക് എത്ര കൊടുക്കണം, 180 എന്ന് കൊടുക്കണം. അപ്പോൾ കോസ് 180 എത്ര വരും, കോസ് 180ൻ്റെ വാല്യൂ -1 ആണ്. ഓക്കെ, കോസ് 180ൻ്റെ വാല്യൂ എത്രയാണ്, -1. ഇനി നേരത്തെ കൊടുത്ത മാതിരി ആ ഇക്വേഷനിൽ തന്നെ കൊടുക്കുക. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ പ്ലസ് ക്യൂ സ്ക്വയർ അല്ലേ, നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ തന്നെ. ഓക്കെ, ഇനി അതിൽ എന്ത് കൊടുക്കുക, കോസ് 180 എന്നാണ് കൊടുക്കേണ്ടത്. ഇവിടെ ആംഗിൾ 180 ആയതുകൊണ്ട് എന്ത് കൊടുക്കും, കോസ് 180. കോസ് 180ൻ്റെ വാല്യൂ എന്താണ്, -1. ഓക്കെ, അപ്പോൾ അവിടെ മൈനസ് എന്ന് കൊടുക്കുമ്പോൾ പുറത്തൊരു പ്ലസ് ഉണ്ട് അല്ലേ, 2pqൻ്റെ മുന്നേ ഒരു പ്ലസ്സും ഉണ്ട്. കോസ് 180ൻ്റെ എന്താവും, -1ഉം. പ്ലസ്സും മൈനസും ചേർന്നാൽ എന്താ വരിക, മൈനസ്. ഓക്കെ, ഒന്നുകൂടി നോക്കിക്കോളൂ. പി സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റയിൽ കോസ് 180 എന്ന് കൊടുക്കുമ്പോൾ അവിടെ ഒരു -1 വരും. പ്ലസ് ഇൻറ്റു മൈനസ് എന്ത് വരും, മൈനസ്, ദെൻ പ്ലസ് ക്യൂ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ആർ എന്നുള്ള ഇക്വേഷൻ എങ്ങനെ ചുരുങ്ങും, പി സ്ക്വയർ മൈനസ് 2pq പ്ലസ് ക്യൂ സ്ക്വയർ ആയി മാറും. ഓക്കെ, അപ്പോൾ ഇതെന്തിൻ്റെ സ്പ്ലിറ്റിംഗ് ആണ് നോക്കിക്കേ. എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്താ, എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ് അല്ലേ. അതായത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്താണ്, എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ വരുന്നത്, പി സ്ക്വയർ മൈനസ് 2pq പ്ലസ് ക്യൂ സ്ക്വയർ ആണ്. അപ്പോൾ അത് എന്തിന് ഈക്വലാണ്, പി മൈനസ് ക്യൂ ഹോൾ സ്ക്വയറിനെ സ്പ്ലിറ്റ് ചെയ്താൽ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, പി മൈനസ് ക്യൂ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു എന്ത് വരും, റൂട്ട് ഓഫ് എന്ത് വരും, പി മൈനസ് ക്യൂ ഹോൾ സ്ക്വയർ. ഓക്കെ, സ്ക്വയർ ഇടുന്ന പുറത്താണ്, പി മൈനസ് ക്യൂ ഹോൾ സ്ക്വയർ എന്നാണ്. അപ്പോൾ റൂട്ട് സ്ക്വയറിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എന്ത് മാറും, സ്ക്വയറാണ് മാറും അല്ലേ. അപ്പോൾ ബാക്കി എന്തേ ഉണ്ടാവുള്ളൂ, ആർ ഈക്വൽ ടു പി മൈനസ് ക്യൂ. ഇതും തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം എന്താണ്, പിയും ക്യൂവും അതായത് രണ്ട് ഫോഴ്സുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ എഫക്റ്റീവ് ഫോഴ്സ് എന്തായിരിക്കും, അവയുടെ ഡിഫറൻ്റ് ആയിരിക്കും അല്ലേ, അവയുടെ ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ ഡിഫറൻസ് എന്താ വരിക, ഒന്നൊന്ന് മൈനസ് ചെയ്യുന്നതല്ലേ. അപ്പോൾ ആർ ഈക്വൽ ടു എന്താണ്, പി മൈനസ് ക്യൂ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി നോക്കിക്കോളൂ. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ തീറ്റ എത്ര ഡിഗ്രിയാണ്, 180 ഡിഗ്രിയാണ്. അപ്പോൾ കോസ് 180 എത്രയാണ്, -1. അപ്പോൾ ആ വാല്യൂ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ പ്ലസ് ക്യൂ സ്ക്വയറിൽ കോസ് തീറ്റയ്ക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുക, -1. ഓക്കെ, അപ്പോൾ അത് എ മൈനസ് പി ഹോൾ സ്ക്വയർ എന്നുള്ള ടേമിലോട്ട് മാറും. അപ്പോൾ ഇവിടെ എന്താക്കി എഴുതാം, അതിനെ പി മൈനസ് ക്യൂ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ആർ ഈക്വൽ ടു എന്ത് വരും, പി മൈനസ് ക്യൂ. ഇനി അടുത്തൊരു കേസും കൂടി ഉണ്ട്, കേസ് 3. കേസ് 3, ഇഫ് പി ആൻഡ് ക്യൂ ആർ പെർപെൻഡിക്കുലർ, അത് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണെങ്കിൽ. ഓക്കെ, അതായത് ഒന്ന് ഇങ്ങോട്ടും ഒന്ന് മുകളിലേക്ക്. ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവും, പിക്ചർ നോക്കിയാൽ മതി. അപ്പോൾ പെർപെൻഡിക്കുലർ ആണെങ്കിൽ എത്ര ആയിരിക്കും, അവ തമ്മിലുള്ള ആംഗിൾ എത്ര ആയിരിക്കും, 90 ഡിഗ്രിയാണ്. ഓക്കെ, 90 ഡിഗ്രി. അപ്പോൾ തീറ്റ 90 ഡിഗ്രിയാണ്. അപ്പോൾ കോസ് 90ൻ്റെ വാല്യൂ എന്താണ്, കോസ് 90ൻ്റെ വാല്യൂ 0 ആണ്. ഓക്കെ, കോസ് 90ൻ്റെ വാല്യൂ എന്താണ്, 0. അപ്പോൾ നമ്മൾ ഇക്വേഷൻ സെയിം തന്നെയാണ്, ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ പ്ലസ് ക്യൂ സ്ക്വയർ ആണ്. അതിൽ ആ 2pq കോസ് തീറ്റേൻ്റെ അവിടെ എന്ത് വരും, കോസ് 90 ആയതുകൊണ്ട് 0 വരും.
ഓക്കെ, അപ്പോൾ അവിടെ കോസ് 90 0 വന്നതുകൊണ്ട് 2pq ഇൻറ്റു 0 എന്ന് വരില്ലേ. അപ്പോൾ 2pq ഇൻറ്റു 0 എന്താണ് 0. 2pq ഇൻറ്റു 0 എന്താണ് 0 അല്ലേ. ഏതൊരു സംഖ്യനെയും 0 കൊണ്ട് ഗുണിച്ചാൽ എന്താ വരിക 0. അപ്പോൾ r ഈസ് ഈക്വൽ ടു എന്ത് വരും റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ പ്ലസ് ക്യൂ സ്ക്വയറിൽ രണ്ടാമത്തെ ടേം കംപ്ലീറ്റ് എന്തായി മാറും 0 ആയി മാറും. ബാക്കി അവിടെ എന്തേ ഉണ്ടാവുള്ളൂ r ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ എന്നേ ഉണ്ടാവുള്ളൂ. r ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ. അപ്പോൾ ഇത് റൂട്ടിൻ്റെ അകത്താണ്, അകത്ത് സ്ക്വയർ ഉണ്ട്, പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഇതിന് റൂട്ട് എടുക്കുമ്പോൾ സ്ക്വയർ പോവുമോ? ഇത് ഈ കേസിൽ പോവില്ല. കാരണം എന്താ, മറ്റോടത്തൊക്കെ ഹോൾ സ്ക്വയർ ആയിരുന്നു, ഇവിടെ 2 ടേം ഉണ്ട്. അപ്പോൾ പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയറിന് പിന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് എന്ത് ഇട്ടിട്ടുള്ളത് സ്ക്വയർ ഇട്ടിട്ടുള്ളത്. അതായത് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ. അതെന്ത് ചെയ്യില്ല, റൂട്ട് കൊടുക്കുമ്പോൾ പോവില്ല. ഓക്കെ, അപ്പോൾ റിസൾട്ട് എന്ത് തന്നെയാണ് r ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതാണ് 3 കേസ്. ഒന്നാമത്തെ കേസ് എന്താണ്, സെയിം ഡയറക്ഷൻ ആണെങ്കിൽ തീറ്റ എത്രയാണ് 0. രണ്ടാമത്തെ കേസിലോ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ തീറ്റ എത്രയാണ് 180 ഡിഗ്രി. മൂന്നാമത്തെ കേസിലോ പെർപെൻഡിക്കുലർ, അപ്പോൾ തീറ്റ എത്രയാണ് 90 ഡിഗ്രി. ഓക്കെ, ഈ വാല്യൂസൊക്കെ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക r എത്രയെന്ന് കണ്ടുപിടിക്കുക. അതാണെന്ത് 3 കേസുകൾ, കേസ് 1, 2 ആൻഡ് 3. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ പ്രോബ്ലംസ് നോക്കാം. എങ്ങനെയാണ് പ്രോബ്ലം ചോദിക്കുന്നത്. പ്രോബ്ലം ശ്രദ്ധിക്കണം. അപ്പോൾ പ്രോബ്ലം ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ ഒരു കാര്യം പറയാം. നമുക്കിനി ഡിപ്ലോമ വിദ്യാർത്ഥികൾക്ക് സയൻറ്റിഫിക് കാൽക്കുലേറ്റർ നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ വാങ്ങിയവരുണ്ടാവും, ഇനി വാങ്ങാത്തവരുണ്ടെങ്കിൽ 100 ms താഴെ ഉള്ളതേ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കാൽക്കുലേറ്ററിൻ്റെ മുകളിലായിട്ട് എഴുതിയിട്ടുണ്ടാവും അതിൻ്റെ വാല്യൂ 100 ms താഴെ, അതായത് 82 ms ഒക്കെ ഉണ്ടാവും. നിങ്ങൾ വാങ്ങുമ്പോൾ അത് വാങ്ങിയാൽ മതി. കാരണം അതിൻ്റെ കൂടുതലുള്ളത് വാങ്ങിക്കഴിഞ്ഞാൽ, അതായത് 100 ms മുകളിലോട്ടുള്ളത് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് അത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഫിസിക്സിൽ മാത്രമല്ല അധിക സബ്ജക്റ്റിലും നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ആവശ്യമുണ്ടാവും. അപ്പോൾ കാൽക്കുലേറ്റർ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക, സയൻറ്റിഫിക് കാൽക്കുലേറ്ററാണ് വാങ്ങേണ്ടത്. ദെൻ വാങ്ങുമ്പോൾ 82 ms റേഞ്ചുള്ളതൊക്കെ വാങ്ങിയാൽ മതി. 100 ms മുകളിലോട്ട് ഒരിക്കലും പോകരുത്. കാരണം നിങ്ങൾക്കത് എക്സാമിന് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഇത് കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കാൽക്കുലേറ്റർ ഉള്ളവർ ചെയ്ത് നോക്കുക, ഇല്ലാത്തവർ വാങ്ങിയതിന് ശേഷം ചെയ്ത് മനസ്സിലാക്കണം. ഓക്കെ, ദെൻ 2 ഫോഴ്സസ് 3 Newton ആൻഡ് 4 Newton ആക്ട് എ പോയിൻ്റ് അറ്റ് ആൻ ആംഗിൾ 30 ഡിഗ്രി. ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ദ ഡയറക്ഷൻ ഓഫ് ദ റിസൾട്ടൻറ്റ്. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ. 2 ഫോഴ്സസ് 2 ഫോഴ്സുകളാണ്. എത്രയൊക്കെയാണ് 3 Newton ആൻഡ് 4 Newton. അപ്പോൾ ന്യൂട്ടൺ എന്താണ്, ഫോഴ്സിൻ്റെ യൂണിറ്റാണ്. അപ്പോൾ ഇവിടെ 2 ഫോഴ്സുകളാണ്. അതായത് നമുക്കറിയാം പിയും ക്യൂവും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തു, അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. 3 Newton ആൻഡ് 4 Newton ആക്ട് അറ്റ് എ പോയിൻ്റ് അറ്റ് ആൻ ആംഗിൾ 30 ഡിഗ്രി. എത്ര ഡിഗ്രിയാണ് 30 ഡിഗ്രി, 30 ഡിഗ്രിയിലാണ് ആക്ട് ചെയ്യുന്നത്. ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ദ ഡയറക്ഷൻ ഓഫ് ദ റിസൾട്ടൻറ്റ്. റിസൾട്ടൻറ്റിൻ്റെ എന്തൊക്കെ കാണണം, മാഗ്നിറ്റ്യൂഡും കാണണം, ഡയറക്ഷനും കാണണം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ആറും ആണ്, ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആൽഫയാണ്. അപ്പോൾ ഇത് രണ്ടും ഇവിടെ കാണണം. അപ്പോൾ എങ്ങനെ കാണും നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ P ഈക്വൽ ടു 3 Newton എന്നും Q ഈക്വൽ ടു 4 Newton എന്നും എടുക്കുക. അത് തന്ന ഓർഡറിൽ തന്നെ എടുക്കുക. 3 and 4 എന്നാണെങ്കിൽ ആദ്യം P ഈക്വൽ ടു 3 Newton എന്നും Q ഈക്വൽ ടു 4 Newton എന്നും. ആംഗിൾ എത്രയാണ് 30 ഡിഗ്രി. അപ്പോൾ തീറ്റ എത്ര വരും 30. ഇനി നമുക്ക് മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള ഇക്വേഷൻ അറിയാം. r ഈസ് ഈക്വൽ ടു എന്താണ് റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ പ്ലസ് ക്യൂ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വീണ്ടും ശ്രദ്ധിക്കണം, കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ റൂട്ട് കഴിഞ്ഞാൽ ഉടനെ ബ്രാക്കറ്റ് ഇടണം. ഓക്കെ, കാരണം ആ റൂട്ട് മൊത്തം ഉള്ളതാണ്, എല്ലാ ടേംസിനും ഉള്ളതാണ് ആ റൂട്ട്. അപ്പോൾ ചില കാൽക്കുലേറ്ററിൽ റൂട്ട് ഇടുമ്പോൾ അപ്പോൾ തന്നെ എന്ത് വരും, ബ്രാക്കറ്റ് വരും. വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ബ്രാക്കറ്റ് യൂസ് ചെയ്യാൻ മറക്കരുത്. ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ കിട്ടുന്ന ആൻസർ വേറെ ആവും. ഇനി അടുത്ത് നോക്കിക്കോളൂ. r ഈക്വൽ ടു റൂട്ട് ഓഫ് പിക്ക് എന്ത് കൊടുക്കുക 3 എന്ന് കൊടുക്കുക. അപ്പോൾ 3 സ്ക്വയർ പ്ലസ് 2 അവിടെ ഉള്ളതാണ്. 2 ഇൻറ്റു പിൻ്റെ വാല്യൂ 3, 2 ഇൻറ്റു 3 ഇൻറ്റു 4
കോസ് തീറ്റയ്ക്ക് എത്ര കൊടുക്കുക 30 ഡിഗ്രി. അപ്പോൾ കോസ് 30 പ്ലസ് Q² ദാറ്റ് ഈസ് 4². അത്രയും ചെയ്താൽ നിങ്ങൾ ഇനി ഓരോ സ്റ്റെപ്പ് കാണണ്ട. 3ൻ്റെ സ്ക്വയർ എത്ര ഉണ്ട്, 4ൻ്റെ സ്ക്വയർ എത്ര, അങ്ങനെ ഓരോന്ന് കാണാൻ നിൽക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ നേരിട്ട് തണ്ട് അടിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആറിൻ്റെ വാല്യൂ കിട്ടും. R = 6.77 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞു കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ റൂട്ട് അടിച്ച് കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യുക, ബ്രാക്കറ്റ് കൊടുക്കുക, എന്നിട്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അല്ലാതെ കോസ് 30 എത്ര അങ്ങനെ ഓരോന്ന് കണ്ടിട്ട് ചെയ്യേണ്ട, നിങ്ങൾക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിനാണ് സയൻറ്റിഫിക് കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്നതിനും. ഓക്കെ, അപ്പോൾ R = 6.77 ന്യൂട്ടൺ. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ ന്യൂട്ടൺ വന്നത്? അപ്പോൾ ന്യൂട്ടൺ വരാനുള്ള കാരണം എന്താ വെച്ചാൽ ഇവിടെ 3 ന്യൂട്ടണും 4 ന്യൂട്ടണുമാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ രണ്ട് ഫോൾസിൻ്റെ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് പറഞ്ഞാൽ എന്ത് തന്നെ ആയിരിക്കും, ഫോൾസ് തന്നെ ആയിരിക്കും അല്ലേ, ഫോൾസ് തന്നെ ആയിരിക്കില്ലേ. അപ്പോൾ എന്താ വരിക, യൂണിറ്റ് ന്യൂട്ടൺ തന്നെ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ 6.77 ന്യൂട്ടൺ എന്ന് വന്നത്. ഓക്കെ, ഇനി അതല്ല, അതിൻ്റെ കൂടെ നമ്മളോട് എന്തും കൂടിയും കാണാൻ പറഞ്ഞിട്ടുണ്ട്, ഡയറക്ഷനും കൂടിയും കാണാൻ പറഞ്ഞിട്ടുണ്ട്. എന്തും കൂടി കാണാൻ പറഞ്ഞിട്ടുണ്ട്, ഡയറക്ഷനും കൂടി കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് കാണണം, ആൽഫ എന്താണെന്ന് കാണണം. ഓക്കെ, അപ്പോൾ ആൽഫ = കാണാനുള്ള ഇക്വേഷൻ എന്താ, ടാൻ ഇൻവേഴ്സ് Q sin θ ഡിവൈഡഡ് ബൈ P + Q cos θ ആണ്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിക്കേണ്ടതാണ്, എക്സാമിന് ചോദിക്കും പ്രോബ്ലം. അപ്പോൾ ആൽഫ = ടാൻ ഇൻവേഴ്സ് Q sin θ ഡിവൈഡഡ് ബൈ P + Q cos θ. അപ്പോൾ ഇതും നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ നേരിട്ട് ചെയ്യാം. ചെയ്യുന്ന വിധം ഞാൻ പറഞ്ഞുതരാം. ആൽഫ = ടാൻ ഇൻവേഴ്സ്. ഇപ്പോൾ കാൽക്കുലേറ്ററിൽ ടാൻ ഇൻവേഴ്സ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ടാവും. ടാനിൻ്റെ ആ ബട്ടൺ തന്നെയാണ് ഷിഫ്റ്റ് ടാൻ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് എന്ന് വരും. അപ്പോൾ ആൽഫ = ടാൻ ഇൻവേഴ്സ് ബ്രാക്കറ്റിൽ ക്യൂവിന് പകരം എന്ത് കൊടുക്കുക 4, സൈൻ തീറ്റയ്ക്ക് പകരം എന്ത് കൊടുക്കുക സൈൻ 30. ഓക്കെ, അപ്പോൾ ടാൻ ഇൻവേഴ്സ് കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ബ്രാക്കറ്റ് ഇടണം. എന്നിട്ട് 4 sin 30 ഡിവൈഡഡ് ബൈ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം താഴെ P + Q cos θ ഉണ്ട്. അപ്പോൾ അത് 2 ടേമാണ്. ആ രണ്ടിനെയും എന്ത് ചെയ്യണം, ഹരിക്കാനുള്ളതാണ്. അതായത് P + Q cos θ മുഴുവനായിട്ട് Q sin θ ഹരിക്കാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ താഴെയുള്ള P + Q cos θയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു സെപ്പറേറ്റ് ബ്രാക്കറ്റ് വീണ്ടും കൊടുക്കണം. പറഞ്ഞാൽ മനസ്സിലാവുണ്ടോ? അതായത് മുകളിൽ Q sin θ കഴിഞ്ഞ് ഹരിക്കണം എന്നുള്ള ചിഹ്നം ഞെക്കിയിട്ട് താഴെ വീണ്ടും എന്ത് ചെയ്യുക, ബ്രാക്കറ്റ് 3 + 4 cos 30 എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ആദ്യം നിങ്ങൾ ടാൻ ഇൻവേഴ്സിൻ്റെ അവിടെ ഇട്ട ബ്രാക്കറ്റ് എന്ത് ചെയ്യുക, ക്ലോസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആൽഫ = വാല്യൂ കിട്ടും 17.19 എന്നാണ് കിട്ടുന്നത്. അതൊക്കെ ചെയ്തു നോക്കിയാൽ മതി. ഓക്കെ, ടാൻ ഇൻവേഴ്സ് ബ്രാക്കറ്റിൽ 4 sin θ പിന്നെ ഡിവൈഡഡ് ബൈ വീണ്ടും ബ്രാക്കറ്റ് അപ്ലൈ ചെയ്യണം. 3 + 4 cos 30 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ആദ്യം ഇട്ട ബ്രാക്കറ്റും ക്ലോസ് ചെയ്യുക. അങ്ങനെ തന്നെ ചെയ്താലേ നിങ്ങൾക്ക് ഈ വാല്യൂ കിട്ടുള്ളൂ. ആ ബ്രാക്കറ്റ് ഇടാൻ മറന്നു കഴിഞ്ഞാൽ വേറെ ആൻസറാവും കിട്ടുക. അപ്പോൾ ആൽഫ = 17.19 എന്ന് കിട്ടിയില്ലേ. അപ്പോൾ ആ കിട്ടിക്കഴിഞ്ഞാൽ അതിപ്പോൾ എന്തിലാണ്, ഒരു ഇൻറ്റിജർ വാല്യൂ ആണ്. 17.19 എന്ന് പറഞ്ഞ വാല്യൂസാണ്. പക്ഷെ നമുക്ക് എന്താണ്, ആൽഫ എന്ന് പറയുന്നത് എന്താണ്, ആംഗിളാണ് അല്ലേ, ഡയറക്ഷനാണ്. എത്ര ആംഗിൾ ചെരിഞ്ഞിട്ടാണ് 6 റിസൾട്ടൻ്റ് കിടക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്നത്. അപ്പോൾ അത് ഡിഗ്രിക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ 17.19 എന്നുള്ളതിനെ ഡിഗ്രിക്ക് കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾ കാൽക്കുലേറ്ററിൽ ഒരു ബട്ടൺ ഉണ്ടാവും. ഓക്കെ, ഒരു ഡിഗ്രിക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ടാവും. ആ ബട്ടൺ ഞെക്കുമ്പോൾ ഈ 17.19 എന്നുള്ളത് 17 ഡിഗ്രി 11 മിനിറ്റ് എന്നായിട്ട് വരും. ഓക്കെ, 17 ഡിഗ്രി 11 മിനിറ്റ് എന്നാണ് വായിക്കുക. ഇനി അത് അറിയാത്തവർ ഇപ്പോൾ ബുദ്ധിമുട്ടണ്ട, 17.19 എന്ന് വരെ എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതിന് ടെൻഷൻ ആവണ്ട. മറ്റേത് കാൽക്കുലേറ്ററിൽ ഒരു ബട്ടൺ ഉണ്ടാവും, അത് ഞെക്കുമ്പോൾ നേരിട്ട് കൺവേർട്ടായി മാറും. എഴുതുന്നത് 17 ഡിഗ്രി 11 മിനിറ്റ് എന്നാണ് എഴുതേണ്ടത്. വായിക്കുന്നത് അങ്ങനെയാണ്, 17 ഡിഗ്രി 11 മിനിറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ആ പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പോൾ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡും കാണണം, ഡയറക്ഷനും കാണണം. അപ്പോൾ ആറിൽ കൊടുക്കുക, പിന്നെ ആൽഫയിൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു പ്രോബ്ലം കൂടി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി കൂടുതലായിട്ട് മനസ്സിലാവും. ഓക്കെ, then two forces 20 Newton and 10 Newton
ആക്ട് അറ്റ് എ പോയിൻ്റ് അറ്റ് ആൻ ആംഗിൾ 60 ഡിഗ്രി. ഫൈൻഡ് ദെയർ റിസൾട്ടൻറ്റ്. ഓക്കെ, ഇപ്പോൾ 2 ഫോഴ്സസ് ആണ്. ഏതൊക്കെ? 20 ന്യൂട്ടൺ ആൻഡ് 10 ന്യൂട്ടൺ. ആക്ട് അറ്റ് എ പോയിൻ്റ് അറ്റ് ആൻ ആംഗിൾ 60 ഡിഗ്രി. എത്ര ഡിഗ്രിയിലാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്? 60 ഡിഗ്രിയിലാണ്. ഫൈൻഡ് ദെയർ റിസൾട്ടൻറ്റ്. ഓക്കെ, ദെൻ ഇവിടെ ശ്രദ്ധിച്ചോളൂ, 20 ന്യൂട്ടണും 10 ന്യൂട്ടണുമാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ പി ആദ്യത്തെ നമ്മൾ പി ആയിട്ട് എടുത്തു. പി ഈക്വൽ ടു എന്തെടുത്തു? 20 ന്യൂട്ടൺ. ക്യൂ എത്ര എടുത്തു? 10 ന്യൂട്ടൺ. ആംഗിൾ എത്ര എടുത്തു? 60 ഡിഗ്രി. ഇതൊന്ന് നേരത്തെ ചെയ്ത പോലെ തന്നെ ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് 2pq കോസ് തീറ്റ പ്ലസ് ക്യൂ സ്ക്വയറിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ റൂട്ട് ഓഫ് 20 സ്ക്വയർ. അപ്പോൾ അവിടെയും റൂട്ട് കഴിഞ്ഞാൽ ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്. 20 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 20 ഇൻറ്റു 10 കോസ് 60 എന്ന് കൊടുക്കുക പ്ലസ് 10 സ്ക്വയർ. അപ്പോൾ ഞാൻ വീണ്ടും പറയാം, സയൻറ്റിഫിക് കാൽക്കുലേറ്ററിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ 20ൻ്റെ സ്ക്വയർ എത്ര, അങ്ങനെ ഓരോന്ന് ചെയ്ത് സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ട. നിങ്ങൾ നേരിട്ട് അപ്ലൈ ചെയ്യുക, നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ മാത്രം എഴുതിയാൽ മതി. എക്സാമിന് അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ്? 26.46 ന്യൂട്ടൺ. ഓക്കെ, 26.46 ന്യൂട്ടൺ. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോളൂ, ക്വസ്റ്റ്യൻ ഒന്നും കൂടി നോക്കാം. 2 ഫോഴ്സസ് 20 ന്യൂട്ടൺ ആൻഡ് 10 ന്യൂട്ടൺ ആക്ട് അറ്റ് എ പോയിൻ്റ് അറ്റ് ആൻ ആംഗിൾ 60 ഡിഗ്രി. ഫൈൻഡ് ദെയർ റിസൾട്ടൻറ്റ്. അപ്പോൾ നേരത്തെ ക്വസ്റ്റ്യനിൽ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കാണാൻ പറഞ്ഞിരുന്നു. ഇവിടെ വെറും റിസൾട്ടൻ്റ് എന്നുള്ളൂ. അപ്പോൾ വെറും റിസൾട്ടൻ്റ് എന്ന് കാണാൻ പറഞ്ഞാലും നിങ്ങൾ 6 മാത്രം കണ്ടു നിർത്താൻ പറ്റില്ല. കാരണം വെക്റ്റർ അഡിഷനാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ റിസൾട്ടൻറ്റിന് എന്തുണ്ടാവും? മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും, ഡയറക്ഷനും ഉണ്ടാവും. അപ്പോൾ സെപ്പറേറ്റ് നിങ്ങളോട് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും പറഞ്ഞിട്ടില്ല, വെറും റിസൾട്ടൻ്റാണ് കാണാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം? രണ്ടും കാണണം. ഓക്കെ, 6 കണ്ട് വെച്ചിട്ട് കാര്യമില്ല, എന്തും കൂടി കാണണം, ആൽഫയും കൂടിയും കാണണം. ഓക്കെ, അപ്പോൾ ഇത് എക്സാമിന് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ചോദിക്കുക. അപ്പോൾ പകുതി ചെയ്താൽ 3 മാർക്കേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാലും ഇനി മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും എടുത്ത് പറഞ്ഞാലും കാണേണ്ട എന്ത് തന്നെയാണ്? ഒരേ കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത് നോക്കിക്കോളൂ. അപ്പോൾ 6ൽ നിർത്താൻ പാടില്ല, എന്തും കൂടി കാണണം, ആൽഫയും കൂടി കാണണം. ആൽഫ ഈക്വൽ ടു ഇക്വേഷൻ എന്താ? ടാൻ ഇൻവേഴ്സ് ക്യൂ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ കോസ് തീറ്റ. ഒന്നുമില്ല, വാല്യൂ നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ആൽഫ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ബ്രാക്കറ്റ് 10 സൈൻ 60. ഓക്കെ, ഡിവൈഡഡ് ബൈ, അതായത് പിക്കും ക്യൂവിനൊക്കെ വാല്യൂ കൊടുക്കുക, 20 പ്ലസ് 10 കോസ് 60. അപ്പോൾ ഇവിടെ വീണ്ടും ശ്രദ്ധിക്കേണ്ടത്, താഴെ വീണ്ടും എന്ത് ചെയ്യണം? നിങ്ങൾ ഒരു ബ്രാക്കറ്റ് അധികം ഇട്ട് കൊടുക്കണം. ഓക്കെ, പിന്നെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ആൽഫ ഈക്വൽ ടു 19.10 എന്ന് വരും. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കാൽക്കുലേറ്ററിൽ നിങ്ങൾ ഡിഗ്രിക്ക് മാറ്റാനുള്ള ബട്ടൺ അമർത്തുന്ന സമയത്ത് അത് എത്രയായി വരും? 90 ഡിഗ്രി 6 മിനിറ്റ് എന്ന് വരും. ഇപ്പോൾ ചില വേരിയേഷൻ 90 ഡിഗ്രി 5 മിനിറ്റ് അല്ലെങ്കിൽ 7 മിനിറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ കുഴപ്പമൊന്നുമില്ല. 19 ഡിഗ്രി കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, ആൽഫ ഈക്വൽ ടു 90 ഡിഗ്രി 6 മിനിറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ആ പ്രോബ്ലം ചെയ്യേണ്ടത്. എല്ലാവരും പ്രോബ്ലം കൃത്യമായി ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ അപ്പോൾ ഈ 2 പ്രോബ്ലമാണ് ബാക്കി. ഇനി വേറെ 2 പ്രോബ്ലം കൂടി നമുക്ക് വേറെ മോഡലിൽ ചെയ്യേണ്ടത്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ എഴുതി തീർത്തതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വേണം ആദ്യത്തെ ഭാഗം എഴുതാൻ. അതിന് ശേഷം ഈ 2 പ്രോബ്ലംസ് എഴുതുക. ഓക്കെ, ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോട്ടിൽ എഴുതണം. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത പ്രോബ്ലംസ് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.